നമുക്കിവിടെ കാണിക്കേണ്ടത് ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അവർ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിയേ, ഈ ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണ്. എന്താ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്? ആ ഗ്രാഫിലൊരു സൈക്കിൾ കണ്ടെയ്ൻ ചെയ്യും. ആ സൈക്കിളിൽ അതിലുള്ള എല്ലാ വേർട്ടിസസും ഇൻക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഗ്രാഫിനെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയനാണ്. കാരണം എന്താ, ഈ ഡാർക്കൺ ചെയ്ത ഈ ലൈനിലൂടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ വേർട്ടീസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സൈക്കിൾ വരക്കാൻ പറ്റും. എന്നാൽ ഈ ഹെർഷ്യൽ എന്ന് പറയുന്ന ഈ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ അല്ല. കാരണം എന്താ, എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ, എല്ലാ വേർട്ടീസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കിവിടെ ഒരു ഗ്രാഫ് വരക്കാൻ പറ്റില്ല, ഒരു സൈക്കിൾ വരക്കാൻ പറ്റില്ല. ഓക്കെ, അതിന് ഇവർ പറയുന്ന റീസണ് നമ്മുടെ ഈ ഹെർഷ്യൽ എന്ന് പറയുന്ന ഗ്രാഫ് ബൈപാർട്ടേറ്റ് ആണ്. ഇതിലുള്ള നമ്പർ ഓഫ് വേർട്ടീസസ് ഓഡാണ്. ഇവിടെ 11 നമ്പർ ഓഫ് വേർട്ടീസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡോഡെകാഹെഡ്രോൺ അല്ലേ, ഈ ഗ്രാഫിലേക്ക് വരാം. ഈ ഗ്രാഫിലെ നമ്മുടെ വേർട്ടീസസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 20 ആണ്. ഞാൻ അതിൽ നിന്ന് ഈ വേർട്ടീസസിലെ ഒരു പ്രോപ്പർ സബ്സെറ്റായിട്ടുള്ള കുറച്ച് വേർട്ടീസസിനെ ഞാനിങ്ങനെ എടുക്കുക. ഇപ്പോൾ റാൻഡായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു വേർട്ടീസസ്, ഈ ഒരു വേർട്ടീസസ്, ഇത് ഇങ്ങനെ എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മുഴുവൻ ഗ്രാഫ് ജിയിൽ നിന്ന് നമ്മുടെ ഈ എസ് എന്ന് പറയുന്ന നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു വേർട്ടീസസ് ഒഴിവാക്കിയിട്ടുള്ള ഗ്രാഫിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എസ്സിലെ നമ്പറിനേക്കാളും ചെറുതോ ഈക്വൽ ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. അതിന് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മൾ ചെയ്യുന്നത് ഇത് ഡയറക്റ്റ് കാണിക്കുന്നതിന് പകരം നമ്മൾ കാണിക്കുന്നത് G-Sലെ നമ്പർ ഓഫ് കമ്പോണൻസിനേക്കാളും കൂടുതലായിരിക്കും C-Sലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയും. അതിനേക്കാളും കൂടുതലായിരിക്കും എവിടെ, നമ്മുടെ എസ്സിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സി എന്ന് പറയുന്നത് നമ്മുടെ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സൈക്കിളാണല്ലോ. ആദ്യം നമുക്ക് ഈ കൺസെപ്റ്റ് പറയാം. ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സൈക്കിളാണ്. നിങ്ങൾ നോക്കിയേ, ഒരു സൈക്കിളിൽ എപ്പോഴെങ്കിലും ഒരു വേർട്ടീസസ് പോയി കഴിഞ്ഞാൽ അത് ഒന്നിലേറെ കമ്പോണൻസ് അവിടെ ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു വേർട്ടീസസ് പോയി കഴിഞ്ഞാൽ മാക്സിമം അവിടെ ഒരു കമ്പോണൻറ്റേ ഉണ്ടാവുള്ളൂ. 2 വേർട്ടീസസ് പോയി കഴിഞ്ഞാൽ മാക്സിമം 2 കമ്പോണൻറ്റേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എത്ര നമ്പർ ഓഫ് വേർട്ടീസസ് പോയി കഴിഞ്ഞാൽ അതിനേക്കാളേറെ നമ്പർ ഓഫ് കമ്പോണൻസ് അവിടെ ഉണ്ടാവില്ല. ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്കിത് പറയാൻ പറ്റും അല്ലേ. C-Sലെ ഒരിക്കലും എസ്സിൻ്റെ എണ്ണത്തിനേക്കാളും നമ്പർ ഓഫ് കമ്പോണൻസ് കൂടുതൽ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഈ ഒരു ഭാഗം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താ, G-Sലേക്കാളും നമ്പർ ഓഫ് കമ്പോണൻസ് C-Sലാണ് ഉണ്ടാവുക. ഇതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നതെന്ന് അറിയോ? G-Sലെ ഇതിലെ കമ്പോണൻസ് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. G-Sലെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഇവിടെ ഇങ്ങനെ ഒരു കമ്പോണൻ്റ് ഉണ്ട്, ഇങ്ങനെ ഇവർ ജോയിൻ ചെയ്ത് കിടക്കുകയാണ്. ഇങ്ങനെ ഒരു കമ്പോണൻ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കമ്പോണൻ്റ് ഉണ്ട്, ഇങ്ങനെ. ഇപ്പോൾ ഇവിടെ ആകെ 2 കമ്പോണൻ്റ് ഉള്ളൂ അല്ലേ. ഒന്ന് ഈ വലിയൊരു സെറ്റ് ഇവിടെ ഉണ്ട്, പിന്നെ ഇയാളും. ഈ ഒരു 2 കമ്പോണൻറ്റ് നമുക്ക് എവിടെയുള്ളൂ? G-Sലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. ഇനി നോക്കിയേ, ഇനി നമ്മൾ C-Sലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. C-S എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡാർക്കൺ ചെയ്തിട്ടുള്ള ലൈനിൽ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഒന്ന് ഈ കമ്പോണൻ്റ് വരും, ഒന്ന് ഈ കമ്പോണൻ്റ് വരും, പിന്നെ ഒന്ന് ഇവിടെ ഇങ്ങനെ കിടക്കും. കാരണം എന്താ, ഈ ലൈന് നമ്മുടെ സൈക്കിളിൽ ഇല്ലാത്ത ലൈനാണ്. പിന്നെ ഒന്ന് ഇങ്ങനെ വരും, പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് കിടക്കും, ഇയാൾ ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ നോക്കി എത്ര കമ്പോണൻ്റ് കിട്ടി? 1 2 3 4 5 6 കമ്പോണൻ്റ് കിട്ടി. എവിടെ? C-Sൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മുടെ സൈക്കിളിൽ നിന്ന് എസ് ഒഴിവാക്കിയിട്ടുള്ള കിട്ടുന്ന നമ്പർ ഓഫ് കമ്പോണൻസിനേക്കാളും കുറവായിരിക്കും നമ്മുടെ മുഴുവൻ ഗ്രാഫിൽ നിന്ന് എസ് ഒഴിവാക്കിയിട്ടുള്ള നമ്പർ ഓഫ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇതൊരു ഒബീവിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കിട്ടി, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൽ നിന്ന് ഈ ടേമിനെ പറയാൻ പറ്റും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.